അഭിനയം മുഖത്ത് വരണം. എക്സ്പ്രഷൻസ് കണ്ടോ? ഞാൻ പിച്ച വെച്ച് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഏട്ടാ. ഏട്ടൻ എത്രയാകുമ്പോ ഞാൻ ഓസ്കാർ വാങ്ങിക്കും. ഓസ്കാർ. And the Oscar goes to And the Oscar goes to And the Oscar goes to സ്റ്റേറ്റ് അവാർഡാണോ നാഷണൽ അവാർഡ്? നാഷണൽ അവാർഡ് ഓസ്കാറിന് വിട്ട് കഴിഞ്ഞാൽ ഏറ്റവും നല്ല നടനുള്ള അവാർഡ്. ഇതെല്ലാം റോളിംഗ് ആണ്. ആടുജീവിത സിനിമയ്ക്ക് ഓസ്കാർ കിട്ടുമോ ഇല്ലയോ എന്നൊരു കാര്യം ചോദിക്കുന്ന സമയത്ത് പൃഥ്വിരാജ് പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഓസ്കർ അക്കാഡമി അവാർഡ്സ് എന്ന് പറഞ്ഞാൽ അതിലേക്ക് എത്താൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി വെരി വെരി എക്സ്പെൻസീവ്. വെറും 83 ഇന്ത്യൻ രൂപ, അതായത് $1 എടുക്കാനായിട്ട് പൃഥ്വിരാജ് സുകുമാരന്റെ കയ്യിൽ ഇല്ലേ എന്നുള്ളൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ജസ്റ്റ് കിഡിങ്. ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഓസ്കാർ കിട്ടാന്ന് പറയുന്നത് വലിയ പാടുള്ള കാര്യമാണ്. ഒരു കാര്യം പറഞ്ഞുതരാം. ഓസ്കാർ നമ്മൾ പറയുമ്പോൾ ഏത് പടങ്ങളാണ് ഓസ്കാറിന് മത്സരിക്കുന്നത് മനസ്സിലാക്കണം. ഓസ്കാർ കൂടുതലും ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഫിലിംസ് ഈ ന്യൂയോർക്ക് കൗണ്ടിയിലും അതെ, US യഥാർത്ഥത്തിൽ 5 കൊമേഴ്ഷ്യൽ ആയിട്ട് വരുന്ന തിയേറ്റേഴ്സ് ഉണ്ട്. ദി ലോസ് ഏഞ്ചൽസ് കൗണ്ടി, ദി സിറ്റി ഓഫ് ന്യൂയോർക്ക്, ദി ബേ ഏരിയ, ചിക്കാഗോ സിറ്റി ഇൻ ഇല്ലിനോയ്സ്, മിയാമി സിറ്റി ഇൻ ഫ്ലോറിഡ, അറ്റ്ലാന്റ സിറ്റി ഇൻ ജോർജിയ. ഇങ്ങനെ വരുന്ന 5 തിയേറ്റേഴ്സിൽ ഷോക്കേസ് ചെയ്യുന്ന സിനിമയാണ് യഥാർത്ഥത്തിൽ ഓസ്കാറിലോട്ട് എലിജിബിൾ ആകുന്നത് എന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ ആദ്യമേ തന്നെ മനസ്സിലാക്കാൻ. അതായത് ആടുജീവിതം എന്ന് പറയുന്ന സിനിമയ്ക്ക് ഓസ്കാർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ സ്റ്റെപ്പായിട്ടുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്ന ക്രൈറ്റീരിയക്കകത്ത് വരുന്ന കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന 5 തിയേറ്റേഴ്സിൽ എവിടെയെങ്കിലും ഒരാഴ്ച ഇവർ ഷോക്കേസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമാണ്. അത് ആടുജീവിത ടീമിനെ കൊണ്ട് പറ്റാത്ത കാര്യമൊന്നുമല്ല. അവർ വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന തിയേറ്റേഴ്സിലൊക്കെ ഷോക്കേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന സംഭവത്തിന് ഭയങ്കരമായിട്ടൊരു പവർ ഉണ്ടെന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത്. നമ്മൾ പറയും നാഷണൽ അവാർഡ് കിട്ടാനായിട്ട് ഇപ്പോൾ നമ്മൾ മറ്റേ പാർട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ഈ പാർട്ടിയാണെങ്കിൽ നമ്മളെ പിടിച്ച് മാറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമല്ലേ. യഥാർത്ഥത്തിൽ ഒരു ഇംഗ്ലീഷ് സിനിമയ്ക്ക്, അതായത് ഓസ്കാർ എന്ന് പറയുന്ന വേദിക്കകത്തേക്ക് ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്ന എലിജിബിലിറ്റിയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഫിലിം ഫെഡറേഷൻ എന്ന് പറയുന്ന ഈ ഒരു ടീം ഇവർ സെലക്ട് ചെയ്യുന്ന ഒരേ ഒരു സിനിമ മാത്രമാണ്. അതായത് ഇന്ത്യയിൽ ഒരു വർഷം ആയിരക്കണക്കിന് സിനിമകൾ ഇറങ്ങുന്നതിൽ നിന്ന് ഒരു 5-10 സിനിമകൾ എലിജിബിൾ ആയാൽ പോലും അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന സിനിമ എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് നിന്നും ഒരു സിനിമ മാത്രമാണ്. അതായത് ഇന്ത്യയിൽ നിന്ന് ആടുജീവിതം എന്ന് പറയുന്ന സിനിമ ഈ വർഷത്തെ ഏറ്റവും മികച്ച സിനിമയായിട്ട് ഇന്ത്യൻ ഗവൺമെൻറ്, ഇന്ത്യൻ ഫിലിം ഫെഡറേഷൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഇതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട്, അതായത് ഓസ്കാർ യാത്രയിലോട്ടുള്ള രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട് കടന്നു ചെല്ലാനായിട്ട് സാധിക്കുള്ളൂ. ഇത് രണ്ടും കഴിഞ്ഞു, ഗംഭീരമായിട്ട് കാര്യങ്ങളെല്ലാം വർക്കൗട്ടായി, മിഷൻ സക്സസ്ഫുൾ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് നോമിനേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പാണ്. നമുക്ക് മത്സരിക്കാവുന്ന ഒരു കാറ്റഗറിയിൽ ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ ഭാഷകളിലും പോകും. ലോകത്ത് ഇംഗ്ലീഷ് ഒഴികെയുള്ള എല്ലാ ഭാഷകളിലും മത്സരിക്കുന്ന ഒരേ ഒരു കാറ്റഗറി ഉള്ളൂ. എലിജിബിലിറ്റി വേറെ, ഷോർട്ട് ലിസ്റ്റിംഗ് വേറെ, നോമിനേഷൻ വേറെ. അത് നിങ്ങൾ ആദ്യമേ തന്നെ മനസ്സിലാക്കുക. നോമിനേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിലോട്ട് ആടുജീവിതം എന്ന് പറയുന്ന സിനിമയ്ക്ക് കടന്നെത്താനായിട്ട് പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇത് ചെയ്യാനായിട്ട് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളുണ്ട്, ചെലവുകൾ ഒരുപാടാണ്. ഇതൊക്കെ കഴിഞ്ഞ് കിട്ടി ഈ ജൂറി മെമ്പറിനെ കയ്യിലെടുക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ആടുജീവിതം എന്ന് പറയുന്ന സിനിമ ഈ ഒരു നോമിനേഷൻ എന്ന് പറയുന്ന പട്ടികയിലോട്ട് കയറും. അതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ വിജയിനെ തെരഞ്ഞെടുക്കുന്നത് എന്നുള്ളൊരു കാര്യം വേണം മനസ്സിലാക്കാനായിട്ട്. വിന്നർ എന്ന് പറയുന്ന ആളെ തെരഞ്ഞെടുക്കുന്നത് യഥാർത്ഥത്തിൽ ഈ 5 പേരിൽ നിന്നാണ്. And the Oscar goes to And the Oscar goes to And the Oscar goes to 5 സിനിമകളിൽ നിന്ന് എങ്ങനെയാണ് ഒരു വിജയിനെ തെരഞ്ഞെടുക്കുന്നത് എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള സിമ്പിൾ ഉത്തരം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ തന്നെയാണ്. വോട്ടിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ടാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ തന്നെ ബാലറ്റ് പേപ്പർ വെച്ചുകൊണ്ടും അതുപോലെ തന്നെ ഓൺലൈനായിട്ടും ഓരോ കാറ്റഗറിനും വിജയിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ പെർഫോമൻസിന് ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്ന ഒരു അവാർഡ് കിട്ടണം എന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിക്കാം. അതാണ് നമ്മൾ എടുക്കുന്ന ഒരു കോൺസെപ്റ്റ് എന്നുണ്ടെങ്കിൽ ഓസ്കാർ വേദിയിൽ ഇതിനു മുമ്പ് ഓസ്കാർ നേടിയിരിക്കുന്ന ആൾക്കാരടക്കം വരുന്ന ബെസ്റ്റ് ആക്ടേഴ്സ് ആയിട്ട് മുൻപ് നോമിനേറ്റ് ചെയ്യപ്പെട്ടേക്കുന്ന ആൾക്കാരടക്കം നോമിനേഷൻ വെച്ചിട്ടാണ്, അവരുടെ വോട്ടെടുപ്പ് വെച്ചിട്ടാണ് വിജയനെ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ ബ്ലസ്സി എന്ന് പറയുന്ന ഡയറക്ടറിന് ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പ്രാവശ്യത്തെ വിജയിതാക്കളായിട്ടുള്ള ക്രിസ്റ്റഫർ നോളനടക്കം ഈ ഒരു വോട്ടിംഗ് പ്രൊസീജിയറിൽ ചെന്ന് വോട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് യഥാർത്ഥത്തിൽ ബ്ലസ്സി എന്ന് പറയുന്ന ഡയറക്ടറിന് ബെസ്റ്റ് ഡയറക്ടർ എന്ന് പറയുന്ന ഒരു അവാർഡ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. കഴിഞ്ഞ പ്രാവശ്യം AR റഹ്മാൻ അടക്കം വോട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതേ ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് അത് വന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. AR റഹ്മാൻ യഥാർത്ഥത്തിൽ വോട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാവിധ എലിജിബിലിറ്റി ഉണ്ട്, കാരണം അദ്ദേഹം ഓൾറെഡി ഒരു ഓസ്കാർ വിന്നറാണ്. അങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. സോ 4 കടമ്പകൾ, അതായത് ഒരു സിനിമ എലിജിബിൾ ആകാനായിട്ട് 5 തിയേറ്റേഴ്സിൽ ഷോക്കേസ് ചെയ്യാന്ന് പറയുന്ന ആദ്യത്തെ കടമ്പ കടന്നു കിട്ടിക്കഴിഞ്ഞാൽ ആടുജീവിതം എന്ന് പറയുന്ന സിനിമ പിന്നീട് കിടക്കുന്നത് ഷോർട്ട് ലിസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സെക്ഷനിലോട്ടാണ്. ഷോർട്ട് ലിസ്റ്റിംഗ് എന്ന് പറയുന്ന സെക്ഷനകത്ത് ഒരു രാജ്യത്ത് നിന്നും ഒരു സിനിമ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ പൃഥ്വിരാജിന് ഫേവറബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന, ഇന്ത്യയിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന സിനിമയ്ക്കകത്ത് വരുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് അത് ആടുജീവിതമാണെന്നുണ്ടെങ്കിൽ പിന്നീട് വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് നോമിനേഷൻ ആണ്. നോമിനേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിനകത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു, പല രാജ്യത്ത് നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടേക്കുന്ന സിനിമകളിൽ നിന്നാണ് വെറും 5 സിനിമകൾ
വെറും 5 സിനിമകൾ 5 രാജ്യത്തു നിന്നുള്ള സിനിമകൾ നോമിനേറ്റ് ചെയ്യപ്പെടുന്നത്. ഇങ്ങനെ നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന സിനിമയ്ക്കകത്ത് ആടുജീവിതത്തിന് കയറി പറ്റാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് വരുന്നത് വോട്ടിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. വോട്ടിംഗ് എന്ന് പറയുന്ന സിസ്റ്റം എന്ന് പറയുന്ന സമയത്ത് ഓരോ ആൾക്കാരും പല രാജ്യത്തു നിന്നുള്ള ആൾക്കാർ അതാത് കാറ്റഗറിയിൽ നിൽക്കുന്ന ഒരു ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ മുൻകാല ഡയറക്ടേഴ്സ് അടക്കമുള്ള വിജയികൾ, അല്ലെങ്കിൽ ഒരു ആക്ടർ ആണെന്നുണ്ടെങ്കിൽ മുൻകാല ആക്ടേഴ്സ് വിജയിച്ചേക്കുന്ന ആക്ടേഴ്സ്, ഇപ്പോൾ കിലിയാൻ മുർഫിനെ പോലെയുള്ള ആക്ടേഴ്സ് അവർ വോട്ട് ചെയ്തതിനനുസരിച്ച് ഏറ്റവും കൂടുതൽ വോട്ടിംഗ് കിട്ടുന്ന ആളാരാണോ അവരായിരിക്കും യഥാർത്ഥത്തിൽ വിജയമായിട്ട് പ്രഖ്യാപിക്കുക എന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നല്ല പ്രകടനം കാഴ്ചവെച്ചതുകൊണ്ട് ഓസ്കാർ കിട്ടണമെന്നുള്ളൊരു കാര്യം നിർബന്ധമില്ല. കാരണം നല്ല പ്രകടനമാണെന്നുണ്ടെങ്കിൽ പോലും മുൻപ് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് സിനിമകൾ ആക്ച്വലി നോമിനേഷൻ സ്റ്റേജ് വരെ എത്താത്ത സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് കാന്താര എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രകടനം ഋഷഭ് ഷെട്ടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഹാഷ്ടാഗുകളും മറ്റൊക്കെ വന്നായിരുന്നു ഓസ്കാർ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഓസ്കാർ കിട്ടിയായിരുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അദ്ദേഹം ആ ഒരു സ്റ്റെപ്പിനകത്ത്, നോമിനേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിനകത്തേക്ക് അദ്ദേഹത്തിന് കയറാനായിട്ട് സാധിച്ചിരുന്നില്ല. സോ ഈ കടമ്പകൾ കടന്നു കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന ആക്ടറിനാണെന്നുണ്ടെങ്കിലും ബ്ലസ്സി എന്ന് പറയുന്ന ഡയറക്ടറിനാണെങ്കിലും ബെസ്റ്റ് ഡയറക്ടർ ആൻഡ് ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്ന അവാർഡൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഓസ്കാർ എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു സംഭവമാണോ, ഭയങ്കരമാണ് സംഭവമാണോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കരമാണ് സംഭവമൊന്നുമല്ല എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കരമാണ് സംഭവമൊന്നുമല്ല. കാരണം ഓസ്കാർ എന്ന് പറയുന്ന ഒരു ചരിത്രം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു ബിസിനസ് ആയിരുന്നു ഓസ്കാർ എന്ന് പറയാം. ഒരു കാലഘട്ടത്തിൽ റിസപ്ഷൻ വന്നിരുന്ന സമയത്ത് ഈ അമേരിക്കയിലുള്ള ചുറ്റുപാടിനെ ആ ഒരു ഫിലിം ഇൻഡസ്ട്രീനെ വളർത്തിയെടുക്കാനും ആൾക്കാർക്ക് ഒരു എൻകറേജ്മെന്റ് കൊടുക്കാനായിട്ട് അവിടെ തുടങ്ങി വെച്ചൊരു സംഭവമായിരുന്നു ഈ ഓസ്കാർ എന്ന് പറയുന്നത്. ഈ ഓസ്കാറിന്റെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓസ്കാർ എന്ന് പറയുന്ന സാധനത്തിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്ന വില കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചിരിക്കുന്നു ഞാൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഓസ്കാർ അവാർഡ് എന്ന് പറയുന്ന അവാർഡ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് വേറെ ആർക്കും കൈമാറ്റം ചെയ്യാനോ വിൽക്കാനോ സാധിക്കില്ല. ഇനി അഥവാ നിങ്ങൾക്ക് വിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിൽക്കാനായിട്ട് സാധിക്കും. അത് ഈ ഓസ്കാർ തന്നേക്കുന്ന ഈ കമ്മിറ്റിക്ക് തന്നെ നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാം. തിരിച്ചു കൊടുക്കുന്ന സമയത്തുള്ള ഈ ഓസ്കാറിൻ്റെ വില എന്ന് പറയുന്നത് എത്ര രൂപ എന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ജസ്റ്റ് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യും. യഥാർത്ഥത്തിൽ ഓസ്കാറിൻ്റെ വില എന്ന് പറയുന്നത് വെറും $1 മാത്രമാണ്. $1, അതായത് ഇന്ത്യൻ രൂപ പറയുകയാണെങ്കിൽ 83 രൂപ ഇന്ത്യൻ രൂപയാണ് ഒരു ഓസ്കാർ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ പറയുന്ന വ്യക്തിക്ക് കിട്ടുന്ന പൈസ എന്ന് പറയുന്നത്. വേറൊരാൾക്ക് ട്രാൻസ്ഫറബിൾ അല്ല, വേറൊരാൾക്കും വിൽക്കാനായിട്ട് സാധിക്കില്ല. ഇതാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് ഫിലിം ഫെയർ എന്ന് പറയുന്ന ഒരു അവാർഡ് കിട്ടുന്നത്, അതുപോലെ തന്നെ US നടത്തപ്പെടുന്ന ഒരു അവാർഡ് സെറിമണിയാണ് ഓസ്കാർ എന്ന് പറയുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് ഓസ്കാർ നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ആകെ ഒരു കാറ്റഗറി മാത്രമാണുള്ളൂ. ലോകമൊത്തുള്ള എല്ലാ സിനിമകൾക്കും കൂടി വന്നുകൊണ്ട് ഓസ്കാറിനകത്തേക്ക് പങ്കെടുക്കാനായിട്ട് ആകെ ഒരു കാറ്റഗറി മാത്രമാണുള്ളൂ. അതാണ് ബെസ്റ്റ് ഫോറിൻ ലാംഗ്വേജ് ഫിലിം എന്ന് പറയുന്ന ഒരു കാറ്റഗറി. അതിനകത്തേക്ക് കയറി പറ്റിയതിന് ശേഷം ഈ പറയുന്ന 4 സ്റ്റെപ്പുകൾ കടന്നു കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ഒരു ഇന്ത്യൻ സിനിമയ്ക്ക്, അത് ആടുജീവിതമാണെങ്കിലും ശരി ഏത് ജീവിതമാണെങ്കിലും ശരി, അതിന് ഓസ്കാർ നേടിയെടുക്കാനായിട്ട് സാധിക്കൂ. പെർഫോമൻസ് കൊണ്ട് മാത്രം കാര്യമില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പൃഥ്വിരാജിൻ്റെ പെർഫോമൻസ് പറയുന്നത് അതിഗംഭീരമാണ്, അടിപൊളിയാണ്, വേറെ ലെവലാണ്. പക്ഷേ ഈ സിനിമയ്ക്ക് ഓസ്കാർ നേടിയെടുക്കാനായിട്ട് സാധിക്കുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. LCUവിനെ കുറിച്ചും അതുപോലെ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ലേറ്റസ്റ്റ് രജനികാന്തിൻ്റെ പോസ്റ്ററിനെ കുറിച്ചൊക്കെ ഡീകോഡ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജസ്, റിപ്ലൈസ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നതായിരിക്കും. കാരണം നിങ്ങളുടെ സപ്പോർട്ട് കാണുന്ന സമയത്ത് എനിക്ക് ചെയ്യാനായിട്ട് വളരെ ആവേശകരമായിട്ട് ഞാൻ നിൽക്കുകയാണ്. സോ അതെന്തായാലും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇന്നത്തെ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. മാക്സിമം പേലോട് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം കൂടെ ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എക്സ്പെക്ട് ബൈ.